അങ്ങനെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഒരു ഓൺലൈൻ മീറ്റിംഗിലായിരുന്നു. മന്ത്രിമാരുടെയും അതുപോലെ ജില്ലാ കളക്ടർമാരുടെയും ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. പ്രളയ കെടുതി സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. കണ്ണൂർ ജില്ലയുടെ ചുമതലയുള്ളതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഇനി രണ്ടാളെ കൂടി പുഴയിൽ കാണാതായ രണ്ടാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിന്റെ തെരച്ചിൽ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. ചെറുവഴിയിലും അതുപോലെ പേരാവൂർ തൊണ്ടിയിലും കാണാതായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ. 13 വില്ലേജുകളാണ് കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 13 സ്ഥലത്ത് ക്യാമ്പുകൾ, ഒരു ക്യാമ്പ് അവസാനിപ്പിച്ചു. 13 സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. 609 പേര് ഇപ്പോൾ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളുടെയും തകർച്ചയുണ്ട്. അതിപ്പം മരാമത്ത് വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളുടെ തകർച്ചയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, തകർന്ന വീടുകൾ കണക്കുകൂട്ടുന്നതിൽ ഉള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. ഞാൻ ഇന്നലെ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ, ആറളം, അയ്യങ്കുന്ന്, പായം പഞ്ചായത്തുകൾ സന്ദർശിച്ചപ്പോൾ വീടിൻ്റെ പുറകിൽ മണ്ണിടിഞ്ഞ് വീടിന് പറ്റുന്ന നാശനഷ്ടം, അത് വലിയ ഗുരുതരമായ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2018 വെള്ളപ്പൊക്കത്തിൽ കരിക്കോട്ടക്കരിയിലും എടക്കാനത്തും ഒക്കെ വീട് തകർന്നതിന് സമാനമായിട്ടുള്ള വലിയ സംഭവങ്ങളുണ്ട്. അത്തരം വീടുകളുടെ നാശനഷ്ടങ്ങളെയും പൂർണ്ണ നാശനഷ്ടമായിട്ട് പരിഗണിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലങ്ങൾ തകർന്നതിനുള്ള പുനഃസംവിധാനം എത്രയും വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടെത്തേണ്ട രണ്ടാളുകൾ പുഴയിൽ കാണാതായത് അവർ മിസ് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതിയുടെ കൂടി ചുമതലയുള്ളത് കൊണ്ട് അക്കാര്യത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലൊട്ടാകെ 4,80,614 കണക്ഷനുകളാണ് തകരാറായത്. മഴയുമായിട്ട് ബന്ധപ്പെട്ട് 4,80,614 കണക്ഷനുകളാണ് തകരാറായത്. അതിൽ 92% അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. 4,40,45,000 കണക്ഷനുകൾ, വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചു. 35,118 കണക്ഷനുകൾ ഇനി പുനഃസ്ഥാപിക്കേണ്ടത്. 2,892 ട്രാൻസ്ഫോർമറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്, ചാർജ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. അതിൽ 2,600 ചാർജ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയാൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചെറിയ അറ്റകുറ്റപ്പണി കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2,892 ട്രാൻസ്ഫോർമറുകൾ, ഇനി 290 എണ്ണമാണ് ബാക്കി ചാർജ് ചെയ്യാൻ ബാക്കിയുള്ളത്. 1,872 പോസ്റ്റുകൾക്ക് നാശം വന്നിട്ടുണ്ട്. അതും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് പത്തനംതിട്ട ജില്ലയിലും പിന്നീട് കണ്ണൂർ ജില്ലയിലുമാണ്. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം സർക്കിളിൻ്റെ കീഴിലാണ്. ശ്രീകണ്ഠപുരം സർക്കിളിന് കീഴിൽ വരുമ്പോൾ പയ്യന്നൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചെറുപുഴ പോലുള്ള പ്രദേശം, ഇരിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിലുള്ള ഈ മലയോര പ്രദേശത്താണ് കൂടുതലായിട്ട് വൈദ്യുതി തകരാറുകൾ സംഭവിച്ചതും നാശനഷ്ടങ്ങൾ സംഭവിച്ചതും. അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് പൂർണ്ണമായിട്ടും നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.